ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വരുണും ബിജുവും കൂടി ക്ഷേത്രത്തിൽ വരുന്നതാണ്. അതേസമയം ക്ഷേത്രത്തിന് മുന്നിൽ തൊഴുതുകൊണ്ട് നിൽക്കുകയാണ് രാധിക. പെട്ടെന്ന് ബിജുവിന്റെ കാല് ഒരു കമ്പിലുടക്കുകയാണ്. വേദന കാരണം ബിജു അവിടെ ഇരിക്കുമ്പോൾ ഒരു സ്ത്രീ അങ്ങോട്ടേക്ക് വരികയാണ്. ക്ഷേത്രം അടയ്ക്കാറായെന്നും ക്ഷേത്രത്തിലേക്കാണെങ്കിൽ പെട്ടെന്ന് ചെല്ലാനും അവർ പറയുമ്പോൾ പെട്ടെന്ന് തന്നെ വരുൺ അങ്ങോട്ടേക്ക് ചെല്ലുന്നു. അങ്ങനെ വരുൺ അവിടെ വെച്ച് രാധികയെ കാണുകയാണ്. തുടർന്ന് വരുൺ പെട്ടെന്ന് തന്നെ ചെന്ന് ബിജുവിനെ വിളിച്ചുകൊണ്ട് വരുമ്പോഴേക്കും രാധിക അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. തുടർന്ന് ബിജു പറയുകയാണ്, അതെ, ഞാൻ അവിടെ പോയിരിക്കാം, എൻ്റെ കാലിന് നല്ല വേദനയുണ്ട്, നീ ചെന്ന് നിന്റെ രാധയെ തപ്പിപ്പിടിക്ക്. തുടർന്ന് വരുൺ ക്ഷേത്രത്തിന്റെ ഗേറ്റിന്റെ അടുത്തേക്ക് ചെന്ന് ഗേറ്റിലെ പൂട്ടൊക്കെ നോക്കുമ്പോൾ രാധിക പുറകിൽ നിന്നും വിളിക്കുകയാണ്, അതെ, ക്ഷേത്രത്തിന്റെ ഗേറ്റ് അടച്ചു കഴിഞ്ഞാൽ പിന്നെ അത് തുറക്കാൻ പാടില്ല, അതാ ഇവിടുത്തെ ആചാരം. ഇത് കേൾക്കുന്ന വരുണിന് രാധികയെ കാണുമ്പോൾ സന്തോഷമാവുകയാണ്. താനല്ലേ ഇന്നലെ അവിടെ ഡാൻസ് കളിച്ചതെന്ന് വരുൺ ചോദിക്കുമ്പോൾ, അപ്പോൾ താനാണല്ലേ ഇന്നലെ അവിടെ ഫോട്ടോ എടുത്തതെന്ന് രാധികയും ചോദിക്കുന്നു. ഇവിടെയും പെൺകുട്ടികളുടെ ഫോട്ടോ എടുക്കാൻ വന്നതാണോ എന്ന് രാധിക ചോദിക്കുമ്പോൾ, അല്ല, ഞാൻ ഇയാളെ തിരഞ്ഞു വന്നതാണെന്ന് വരുൺ പറയുന്നു. എന്നിട്ട് വരുൺ രാധികയോട് പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ, തിരഞ്ഞു വന്നതല്ലേ, തിരഞ്ഞു തന്നെ കണ്ടുപിടിച്ചോളാൻ പറഞ്ഞ് രാധിക അവിടെ നിന്ന് പോകുന്നു. തുടർന്ന് വരുൺ ഇക്കാര്യം ചെന്ന് ബിജുവിനോട് പറയുമ്പോൾ, നീ സ്വപ്നം കാണുകയാണല്ലേ എന്ന് അയാൾ പറയുന്നു. തുടർന്ന് വരുൺ പറയുകയാണ്, തിരഞ്ഞു കണ്ടുപിടിക്കാനല്ലേ പറഞ്ഞത്, ഇതെന്താണെങ്കിലും അവളുടെ നാടാണ്, ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് ദേവനാരായണന്റെ വീടാണ്. ക്ലാസ് കഴിഞ്ഞ് മടങ്ങി വരുന്ന പ്രിയങ്കയാണ് കാണിക്കുന്നത്. പ്രിയങ്ക അകത്തേക്ക് കയറാൻ ഒരുങ്ങുമ്പോൾ ദേവനാരായണൻ പറയുകയാണ്, നീയൊന്ന് നിന്നെ, ഇന്നേ ഒരു കൂട്ടര് ഫോണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു, നിന്നെ അവര് പടത്തിലെടുത്തെന്നാ പറഞ്ഞത്, നീ അവരുടെ എന്തൊക്കെയോ മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നെന്നും അവർ പറഞ്ഞല്ലോ. ക്ലാസ്സിനെന്ന് പറഞ്ഞ് നീ ഇവിടുന്ന് പോയിട്ട് സിനിമാക്കാരുടെ പിന്നാലെ ചുറ്റി അലയുകയാണോ എന്ന് യശോദയും ചോദിക്കുന്നു. അത് പിന്നെ ക്ലാസ്സിലെ കൂട്ടുകാർ നിർബന്ധിച്ചപ്പോൾ ഞാനും അയച്ചതാണ്, കൂട്ടുകാരെന്തു പറഞ്ഞാലും നീ അത് ചെയ്യുമോ എന്ന് ദേവൻ ചോദിക്കുമ്പോൾ ഇതൊരു നല്ല കാര്യമല്ലേ എന്ന് പ്രിയങ്ക ചോദിക്കുന്നു. ഇത് കേൾക്കുന്ന യശോദ പറയുകയാണ്, നീ ഓരോന്ന് ചുറ്റി ആടുമ്പോഴേ നാണക്കേടുണ്ടാകുന്നത് നിന്റെ അച്ഛനാണെന്ന് നീ എന്താ ഓർക്കാത്തത്, എനിക്കിതിന് ഒരു തെറ്റും തോന്നിയിട്ടില്ലെന്ന് പ്രിയങ്ക പറയുമ്പോൾ പ്രിയങ്കയെ അടിക്കാനായി കൈ ഓങ്ങുകയാണ് ദേവൻ. പെട്ടെന്ന് തന്നെ അടിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് രാധിക അങ്ങോട്ടേക്ക് വരുന്നു. അപ്പോൾ ഇതിനൊക്കെ വളം വെച്ച് കൊടുക്കുന്നത് നീയാണല്ലേ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ, കണ്ടതിനും പിടിച്ചതിനും എല്ലാം തന്നെ രാധികയാ കാരണമെന്ന് അമ്മ പറയണ്ടെന്ന് ദേവൻ പറയുന്നു. ഈ വീട്ടിൽ ജീവിക്കാൻ നീ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നാളെ മുതൽ നീ ഈ വീടിന്റെ പുറത്തേക്ക് പോകണ്ട, ഒരു ക്ലാസ്സിനും പോകണ്ടെന്നും ദേവൻ പറയുന്നു. ഇത് കേൾക്കുന്ന പ്രിയ ദേഷ്യത്തോടെ രാധികയെ നോക്കി അകത്തേക്ക് പോവുകയാണ്. അമ്മേ, ഞാൻ എന്ത് ചെയ്തിട്ടാണെന്ന് രാധിക യശോദയോട് ചോദിക്കുമ്പോൾ യശോദ രാധികയെ സമാധാനിപ്പിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് കണിമംഗലമാണ്. രാധികയുടെ കൊലുസും പിടിച്ച് രാധികയെക്കുറിച്ച് ആലോചിക്കുകയാണ് വരുൺ. അതേസമയം മുത്തശ്ശി അങ്ങോട്ടേക്ക് വരുന്നു. നിന്റെ ഇരുത്തം കണ്ടിട്ട് നീ നിന്റെ രാധയെ കണ്ടെത്തിയെന്ന് തോന്നുന്നല്ലോ, പക്ഷേ നീ പരിചയപ്പെടുന്നതിന് മുമ്പ് ഓടിപ്പോയി കാണുമല്ലേ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ അതേ എന്ന് പറഞ്ഞ് രാധികയെ കണ്ടത് മുതലുള്ള കാര്യങ്ങളെല്ലാം മുത്തശ്ശിയോട് പറയുകയാണ് വരുൺ. നിന്നെ സ്നേഹിക്കുന്ന, നിന്നെ ബഹുമാനിക്കുന്ന ഒരു പെൺകുട്ടിയെ നീ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം, ഒരു മരുമകൾ എങ്ങനെ മകളാകണമെന്ന് നീ എല്ലാവർക്കും കാണിച്ചു കൊടുക്കണം. ഈ കുടുംബത്തിൽ സംഭവിച്ച വലിയൊരു അബദ്ധം നിന്റെ ഭാര്യ വന്നിട്ട് വേണം തിരുത്താൻ. നീയെ പെട്ടെന്ന് നിന്റെ രാധയെ കണ്ടുപിടിക്ക്, ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കൊള്ളാമെന്ന് മുത്തശ്ശി പറയുമ്പോൾ ഇതെല്ലാം കേട്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് കൽപ്പന. തുടർന്ന് മുറിയിലേക്ക് ചെല്ലുന്ന കൽപ്പന ദേഷ്യത്തോടെ സൂര്യയോട് പറയുകയാണ്, രണ്ട് കുടുംബക്കാരുടെയും അന്തസ്സും അഭിമാനവും നിലനിർത്താൻ വേണ്ടിയിട്ട് എന്നെ ഇവിടെ തളച്ചിട്ടിരിക്കുകയല്ലേ, നിങ്ങളെപ്പോലെയുള്ളൊരു ചുമട് താങ്ങി ഞാനേ മടുത്തു. അത്രയും പറഞ്ഞ് അവിടെയുള്ള സാധനങ്ങളെല്ലാം കൽപ്പന മറിച്ചിടുമ്പോൾ അങ്ങോട്ടേക്ക് വരുൺ വരികയാണ്. വരുണിനെ കണ്ടയുടൻ എന്തെങ്കിലും കുടിക്കാൻ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് കൽപ്പന പോകുമ്പോൾ വരുൺ പറയുകയാണ്, നിങ്ങളെ സമ്മതിക്കണം ഇങ്ങനെയൊക്കെ അഭിനയിക്കുന്നതിനും ഇങ്ങനെയൊക്കെ സഹിക്കുന്നതിനും എന്ന് പറഞ്ഞ് വരുൺ കരയുമ്പോൾ സൂര്യയും കരയുകയാണ്. പിന്നീട് കാണിക്കുന്നത് രാധികയുടെ വീടാണ്. എന്നെ ഇവിടെ ആർക്കും തളച്ചിടാൻ സാധിക്കില്ല, എൻ്റെ പേരിൽ ഒരു സിനിമ പുറത്തിറങ്ങിയാൽ മതി, പിന്നെ ടിവിക്കാരും പത്രക്കാരുമൊക്കെ ഈ വീടിൻ്റെ മുന്നിൽ വരും, അവരുടെ മുന്നിലെല്ലാം ഞെളിഞ്ഞിരിക്കാനേ ഈ വീട്ടുകാരും ഉണ്ടാകും, ഞാൻ ഈ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും ചാടിപ്പോകുമെന്നൊക്കെ പ്രിയങ്ക പറയുമ്പോൾ പതിയെ പറയാനായി രാധിക പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ആകെ തകർന്നു നിൽക്കുന്ന ദേവനാരായണനെയാണ്. രാധിക പറഞ്ഞാൽ കേൾക്കും, പക്ഷേ പ്രിയങ്ക അതുപോലെയല്ലല്ലോ, അതുകൊണ്ട് ഞാനൊരു തീരുമാനമെടുത്തു എന്ന് പറഞ്ഞ് മുത്തശ്ശിയെ വിളിക്കുകയും പ്രിയങ്കയുടെ വിവാഹം പെട്ടെന്ന് നടത്തണമെന്ന് പറയുകയും ചെയ്യുന്നു. രാധിക നിൽക്കുമ്പോൾ എങ്ങനെയായിപ്പോ പ്രിയങ്കയുടെ വിവാഹമെന്ന് യശോദ ചോദിക്കുമ്പോൾ
രാധികയ്ക്ക് വിവാഹയോഗം 1 വർഷം കഴിഞ്ഞേ ഉള്ളെന്നും അതുകൊണ്ട് പ്രിയങ്കയുടെ എത്രയും പെട്ടെന്ന് നോക്കണമെന്നും ദേവൻ പറയുന്നു. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് സൂര്യയും വരുണിനെയുമാണ്. രാധികയെക്കുറിച്ച് വരുൺ സൂര്യയോട് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിലും എനിക്ക് കുറെ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നെന്നും അതെല്ലാം നിന്നിലൂടെ വേണം എനിക്ക് കാണാനെന്നും സൂര്യ പറയുന്നു. അതേസമയം ഇതെല്ലാം മറഞ്ഞു നിന്ന് കേൾക്കുകയാണ് കൽപ്പന. എന്നാലും ആ പെൺകുട്ടി ആരായിരിക്കുമെന്ന് കൽപ്പന ആലോചിക്കുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.